പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മിശിഹ. പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥന മിശിഹ. ആഹാ ലേലുയാ, ആഹാ ലേലുയാ, ആഹാ ലേലുയാ, ആഹാ കോടാകോടിതൻ ദൂതസൈന്യവുമാ മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയസുതരെ തന്നോടു ചേർക്കാൻ വേഗം വരും യേശു മിശിഹ. കോടാകോടിതൻ ദൂതസൈന്യവുമാ മേഘാരൂഢന വരും നിതാ വിരവിൽ. തൻ പ്രിയസുതരെ തന്നോടു ചേർക്കാൻ വേഗം വരും യേശു മിശിഹ. ആഹാ ലേലുയാ, ആഹാ ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യനാഥൻ നമ്മെ സന്ദർശിക്കാൻ അണഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ദൈവം പ്രാർത്ഥിച്ചാൽ ഉത്തരമരുളുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ദൈവം വിളിച്ചാൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 9-ാം വചനം. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വചനത്തിൽ ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തും,
ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 17-ാം വചനത്തിൽ വീണ്ടും പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. സഹോദര സഹോദരി, നോമ്പിന്റെ ഈ ദിനങ്ങളിൽ നാം ഇന്ന് ധ്യാനിക്കുക ഗത്സമനിയെക്കുറിച്ചാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഗത്സമനിയുണ്ട്. ഗത്സമനി എന്നാൽ പ്രാർത്ഥനയിലൂടെ ഒരുവൾ ശക്തി പ്രാപിക്കേണ്ട ഇടമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ബലപ്പെടുത്തുന്ന ഏക കാര്യമെന്ന് പറയുന്നത് ദിവികാരുണ്യനാഥന്റെ സന്നിധിയിലുള്ള നമ്മുടെ പ്രാർത്ഥനയാണ്. ജ്ഞാനം 3:7 പറയുന്നുണ്ടല്ലോ, അവിടുത്തെ സന്ദർശനത്തിൽ ഞങ്ങൾ പ്രശോഭിക്കും, വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും. ദൈവമേ, ഞങ്ങളുടെ ജീവിത പ്രാരാബ്ധങ്ങളുമായി, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളുമായി, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യഗ്രതകളുമായി ഇതാ നിന്റെ ഗത്സമനിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ, പ്രാർത്ഥനാ വരം ഞങ്ങൾക്ക് തരണമേ, ആത്മാവിന് വേണ്ടിയുള്ള ദാഹം ഞങ്ങൾക്ക് തരണമേ, സ്വർഗത്തിന് വേണ്ടിയുള്ള കൊതി ഞങ്ങളിൽ നിറയ്ക്കണമേ. ആഗ്രഹത്തോടെ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ഹൃദയം ഉയർത്താം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തെന്നരികിൽ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. കല്ലും മുള്ളും പൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടെ നടക്കുന്നവൻ, കല്ലും മുള്ളും പൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടെ നടക്കുന്നവൻ, എൻ പാദമിടറിഞ്ഞ വീണുപോയ എന്നെ തോളിൽ വഹിക്കുന്നവൻ, എൻ പാദമിടറിഞ്ഞ വീണുപോയ എന്നെ തോളിൽ വഹിക്കുന്നവൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തെന്നരികിൽ അവനുള്ളതാ. അമരത്തെന്നരികിൽ അവനുള്ളതാ. അമരത്തെന്നരികിൽ
അവനുള്ളതാ. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 36 മുതലുള്ള തിരുവചനങ്ങളാണ്. അനന്തരം യേശു അവരോടൊത്ത് ഗത്സമനി എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സെബദിയുടെ ഇരുപുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെയാകട്ടെ. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. സഹോദരങ്ങളെ, ഈശോയ്ക്കൊരു ഗത്സമേനി ഉണ്ടായിരുന്നു. കർത്താവ് തന്നെ ദൈവഹിതം നിറവേറ്റാൻ പ്രാർത്ഥനയിൽ ബലപ്പെടുത്തിയ ഇടം. എനിക്കും നിങ്ങൾക്കും ഒരു ഗത്സമനി ഉണ്ട്. ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റാൻ നമ്മെ തന്നെ പ്രാർത്ഥനയിൽ ബലപ്പെടുത്തേണ്ട ഇടം. പ്രാർത്ഥന കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാൻ കഴിയുന്ന ഒന്നാണ് ദൈവഹിതം. ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, ഒരു പ്രഭാതത്തിൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വിധത്തിൽ തൻ്റെ ജീവിതത്തിലേക്ക് തകർച്ചകൾ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയിൽ തൻ്റെ ആത്മാവിനെ ജോബ് ബലപ്പെടുത്തുന്നത്. പ്രാർത്ഥനാവീരനായിരുന്നത് കൊണ്ടാണ് ജോബ് പറയുന്നത്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഗതി പെട്ടെന്ന് മാറുന്ന ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു സഹോദരൻ ഒരിക്കൽ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞത് ഇപ്രകാരമാണ്: ജീവിതം സ്വച്ഛമായി മുൻപോട്ട് പോയിരുന്ന സമയത്താണ് ക്യാൻസർ രോഗിയാണെന്ന് ഡോക്ടർ വിധി എഴുതുന്നത്. പെട്ടെന്ന് ജീവിതം കീഴ്മേൽ മറിയുന്നതായി തോന്നി. അതുവരെ ചിന്തിക്കാത്ത മരണത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമൊക്കെ ആഴമായി ചിന്തിക്കാൻ തുടങ്ങി. ആഗ്രഹമില്ലാഞ്ഞിട്ടും ദൈവം അനുവദിച്ച ഈ രോഗപീഡയെ ഉള്ളുകൊണ്ട് സ്വീകരിക്കാൻ ബലം കിട്ടിയത് ദിവസങ്ങൾ പ്രാർത്ഥനയിൽ ചെലവഴിച്ചപ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വീട്ടുമേശയിൽ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ നാഥൻ വിളമ്പണമെന്നില്ല. നമുക്കിഷ്ടമില്ലാത്തതും ചിലപ്പോൾ നമ്മുടെ ഊട്ടുമേശയിൽ നാഥൻ വിളമ്പാം. സഹോദര സഹോദരി, നമുക്കിഷ്ടമല്ലാത്തത് ദൈവം നമ്മുടെ വിരുന്ന് മേശയിൽ വിളമ്പിത്തരുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കണമെങ്കിൽ ആത്മാവിന് പ്രാർത്ഥനയുടെ ബലം കൂടിയേ തീരൂ. ദൈവഹിതമെന്നാൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ ഞാൻ എടുക്കുന്ന കാൽവെപ്പാണ്. ഈശോയെ നോക്കാം. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ കുരിശുമരണം മുൻകൂട്ടി കാണുന്ന കർത്താവ് ആദ്യം ചെയ്യുന്നത് ഗത്സമനിയിലേക്ക് ചെന്ന് തന്നെ പ്രാർത്ഥനയിൽ ബലപ്പെടുത്തുകയാണ്. കൂടെ കൊണ്ടു നടന്ന ശിഷ്യന്മാരാരും തന്നെ ആ സമയം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ സന്നദ്ധരാകുന്നില്ല. അത് കർത്താവിൻ്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പത്രോസിനോട് അവിടെ നിന്ന് ചോദിക്കുന്നത്, 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ എന്നോടൊപ്പം നിങ്ങൾക്ക് കഴിയുന്നില്ലേ? അതെ,
ദൈവം നമ്മിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ സാന്നിധ്യവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കൂട്ടായ്മയും. ജീവിത വ്യഗ്രതയാൽ നാം മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ് പ്രാർത്ഥനയിൽ കുറെ കൂടി ആഴപ്പെടാൻ. പ്രാർത്ഥന കുറയുകയെന്നാൽ ദൈവഹിതം നിറവേറ്റുന്നത് കുറഞ്ഞു തുടങ്ങി എന്നാണ് അർത്ഥം. കാരണം പ്രാർത്ഥനയിൽ ശക്തിപ്പെടുന്ന ആത്മാവിനെ ദൈവഹിതത്തെ ആഞ്ഞു പുൽകാനായി കഴിയുകയുള്ളൂ. ശിഷ്യന്മാരിൽ പ്രധാനിയാണ് വലിയ യാക്കോബ് ശ്ലീഹ. ഉത്ഥാനാനന്തരം യേശുവിൻ്റെ ശിഷ്യന്മാർ പലരും പല ഭാഗങ്ങളിലേക്ക് സുവിശേഷവുമായി അയക്കപ്പെട്ടപ്പോൾ സ്പെയിൻ എന്ന രാജ്യത്തേക്ക് സുവിശേഷം പറയാൻ പോയത് വലിയ യാക്കോബ് ശ്ലീഹായാണ്. തൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ആവേശത്തോടെ വചനം പ്രഘോഷിച്ചപ്പോൾ ദേശവാസികൾ ആരും തന്നെ വചനം വേണ്ട വിധം സ്വീകരിക്കുന്നില്ല എന്ന തിരിച്ചറിവ് വലിയ യാക്കോബ് ശ്ലീഹായുടെ ഹൃദയത്തെ ആഴത്തിൽ നൊമ്പരപ്പെടുത്തി. ഒരു നദീതീരത്തിരുന്നു കൊണ്ട് തൻ്റെ വചനപ്രഘോഷണം വേണ്ട വിധത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നില്ലല്ലോ എന്നോർത്ത് വലിയ യാക്കോബ് ശ്ലീഹ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് പരിശുദ്ധയമ്മ ഉണ്ണിയേശുവുമായി വലിയ തൂണിന്മേൽ യാക്കോബ് ശ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അമ്മ യാക്കോബ് ശ്ലീഹായോട് ഇപ്രകാരം പറയുന്നുണ്ട്: യാക്കോബേ, നിന്റെ സുവിശേഷ വേല നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്നോർത്ത് നീ സങ്കടപ്പെടരുത്. ഭാവിയിൽ അനേകം വിശുദ്ധരെ തിരുസഭയ്ക്ക് സമ്മാനിക്കുന്ന രാജ്യമായി സ്പെയിൻ മാറും. കാലാന്തരത്തിൽ ആ പ്രവചനം നിറവേറി. ആവിലായിലെ അമ്മ ത്രേസ്യായും കുരിശിന്റെ വിശുദ്ധ യോഹന്നാനും തുടങ്ങിയ അനേകം വിശുദ്ധർ ആ ദേശത്തു നിന്ന് തിരുസഭയിലേക്ക് വിശുദ്ധരായി ഉയർത്തപ്പെട്ടു. പ്രാർത്ഥനയിലാണ് വലിയ യാക്കോബ് ശ്ലീഹ ബലം കണ്ടെത്തിയത്. നമ്മുടെ ജീവിതത്തിൽ ബലമെന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ ഞാൻ കണ്ടെത്തേണ്ടതും അത് തന്നെ. എൻ്റെ ഗത്സമനി എവിടെയാണ്? 1 മണിക്കൂറെങ്കിലും അവനോടൊപ്പം വ്യക്തിപരമായി ഉണർന്നിരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ അതിനുള്ള കൃപ ദിവികാരുണ്യനാഥൻ നമുക്ക് അധികമായി നൽകട്ടെ. പ്രാർത്ഥന ഒരു വരമാണ്. ഈശോയുടെ കൂടെ ഉണർന്നിരിക്കാൻ കഴിയുന്നത് ഒരു കൃപയാണ്. എനിക്കൊരു ഗത്സമനി ഉണ്ടാകണം, എന്നെ തന്നെ ദൈവത്താൽ ബലപ്പെടുത്തുന്ന ഇടം. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ മന്ദീഭവിച്ചവരെ നീ പ്രത്യേകം സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രാർത്ഥനകൾ മുടങ്ങിപ്പോയ ഭവനങ്ങളെ നീ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ പിന്നോട്ട് പോയവരെ വീണ്ടും ഒരു പുതിയ അഭിഷേകം നൽകി ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാം തിരുവചനം പറയുന്നുണ്ട്: വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. പ്രാർത്ഥിക്കുന്നവനിലാണ് വിശ്വാസം നിറയുന്നത്. കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്ന ദിവികാരുണ്യനാഥനിൽ നമുക്ക് ഹൃദയം കൊണ്ട് പൂർണ്ണമായി വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് പ്രാർത്ഥനയുടെ നവമായ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് ഈ സമയം നൽകട്ടെ. ഹൃദയദാഹത്തോടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും വ്യക്തിജീവിതങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥനയുടെ വലിയൊരു കൃപ ചോദിച്ച് ഈ സമയം നാം ആരാധിക്കുന്നു. സ്നേഹമാരാമേ, ക്രൂശുമാരാമേ, നിന്നിലെൻ്റെ ജീവിതം ഊഞ്ഞാലിടും. സ്നേഹമാരാമേ, ക്രൂശുമാരാമേ, നിന്നിലെൻ്റെ ജീവിതം ഊഞ്ഞാലിടും. കണ്ണുനീരിലും നൊമ്പരത്തിലും നിന്നിലെൻ്റെ ജീവിതമൂഞ്ഞാലിടും. കണ്ണുനീരിലും നൊമ്പരത്തിലും നിന്നിലെൻ്റെ ജീവിതമൂഞ്ഞാലിടും. സ്നേഹമരമേ, ക്രൂശുമരമേ, നിന്നിലെൻ്റെ ജീവിതം ഊഞ്ഞാലിടും. കത്തും കനല്
വാരിയെറിഞ്ഞ് സഹനമെൻ്റെ കുഞ്ഞുകൂടു ചാമ്പലാക്കിയ കത്തും കനല് വാരിയെറിഞ്ഞ് സഹനമെൻ്റെ കുഞ്ഞുകൂടു ചാമ്പലാക്കിയ ക്രൂശുമരത്തിൻ ചില്ലകളിൽ ഞാൻ വാരിപ്പുണർന്നീശോയുടെ ഉള്ളിൽ മറയും. ക്രൂശുമരത്തിൻ ചില്ലകളെ ഞാൻ വാരിപ്പുണർന്നീശോയുടെ ഉള്ളിൽ മറയും, ഉള്ളിൽ മറയും, ഉള്ളിൽ മറയും. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 45-ാമത്തെ വചനം. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ. ദിവികാരുണ്യ ഈശോയെ, ജീവിതത്തിൽ എപ്പോഴും ദൈവഹിതം നിറവേറ്റാൻ വലിയ ആത്മബലം ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, അവിടെ നിന്ന് അനുവദിക്കുന്ന ചില സ്വകാര്യ നൊമ്പരങ്ങൾ, ചില വേദനകൾ, ചില ദുരിതങ്ങൾ, അതിൻ്റെ മുൻപിൽ ഞങ്ങൾ പകച്ചു പോകാറുണ്ട്. ഈശോയെ, കുരിശ് വഹിക്കാൻ ശക്തിയില്ലാതെ ഞങ്ങൾ വീണ് പോകാറുണ്ട്, സംശയിച്ചു നിൽക്കാറുണ്ട്, പ്രാർത്ഥനയിൽ പുറകോട്ട് പോകാറുണ്ട്. ഈശോയോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിയാതെ ഉറങ്ങിപ്പോയ ശിഷ്യന്മാരെ പോലെ ദിവികാരുണ്യ നാഥന്റെ ചാരയിരുന്ന് ഞങ്ങളും ഉറങ്ങിപ്പോകാറുണ്ട്. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിന് ഞങ്ങളെ സുഖപ്പെടുത്താൻ കഴിയും. നിന്റെ അഭിഷേകത്തിന് ഞങ്ങളെ വീണ്ടും ഉണർത്താൻ കഴിയും. നിന്റെ കൃപയ്ക്ക് ഞങ്ങളെ ബലപ്പെടുത്താൻ കഴിയും. പ്രഭാഷകൻ 35:17 പറയുന്നുണ്ട്, വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രാർത്ഥനയിൽ ഉത്തരമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, 2 കരങ്ങൾ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. പ്രശ്നപരിഹാരത്തിനായി നാം ഓടേണ്ടത് വ്യക്തികളിലേക്കല്ല, മറിച്ച് ക്രിസ്തുവിലേക്കാണ്. ജീവിതത്തിന്റെ കുരുക്കുകൾ അഴിയാൻ നാം ഓടി അണയേണ്ടത് യേശുവിൻ്റെ സവിധയാണ്. ജീവിതത്തിന്റെ ഓരോ മേഖലയിലും നാം നമ്മെ ബലപ്പെടുത്തേണ്ടത് ഗത്സമനിയിൽ മുട്ടുമടക്കിക്കൊണ്ട് ദൈവഹിതം നിറവേറ്റാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ്. യേശുവേ, ഇതാ ഞങ്ങൾ കരങ്ങൾ ഉയർത്തുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ നിരവധിയായ ആവശ്യങ്ങളെ ഞങ്ങൾ ഉയർത്തുന്നു. നീറുന്ന വേദനകളെ ഉയർത്തുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രോഗികളെ ഉയർത്തുന്നു. കടബാധിതയിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിക്കുന്നു. വിവാഹമോചനത്തിന്റെ വക്കിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ തരുന്നു. പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികളെ തരുന്നു. മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരെ തരുന്നു. വാർദ്ധക്യ രോഗപീഠകളാൽ ക്ലേശിക്കുന്നവരെ തരുന്നു. എല്ലാവരിലേക്കും ദിവികാരുണ്യനാഥ പ്രാർത്ഥനയുടെ നവമായൊരു ചൈതന്യം ഇപ്പോൾ നൽകണമേ. 2 കരങ്ങളും ഉയർത്തി ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. സുഖമാക്കണേ, സുഖമാക്കണേ യേശുവേ, ഞങ്ങളെ സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ യേശുവേ, ഞങ്ങളെ സുഖമാക്കണേ, സുഖമാക്കണേ.
സുഖമാക്കണേ. യേശുവേ ഞങ്ങളെ സുഖമാക്കണേ. രണ്ട് കരവും കൂപ്പി സാധിക്കുമെങ്കിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. സുഖമാക്കണേ, സുഖമാക്കണേ. യേശുവേ ഞങ്ങളെ സുഖമാക്കണേ. സുഖമാക്കണേ, സുഖമാക്കണേ. യേശുവേ ഞങ്ങളെ സുഖമാക്കണേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,